40 ദിവസത്തിലധികമായി കേരളം ചർച്ച ചെയ്തു വരികയാണ് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം. അത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുന്ന വേളയിലാണ് മാതൃകാപരമെന്ന നിലയിൽ പൊതുസമൂഹം കൂടി വിലയിരുത്തുന്ന തരത്തിലുള്ള ശുപാർശയുമായി വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സമരം തന്നെയാണ് നമ്മളെ ഈ ഒരു പ്രത്യേക ശുപാർശയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതല്ലേ? സമരം നമുക്കതിനൊരു തോന്നിയിട്ടുണ്ട്. സമരം അപ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇവർ ഏത് തരത്തിൽ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ വന്നപ്പോഴാണ് ഈ വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക, ബഡ്ജറ്റ് പ്രൊവിഷൻ വേണം, ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക, ഒപ്പം വാർഷിക പദ്ധതി സമർപ്പിക്കുമ്പോൾ വാർഷിക പദ്ധതി ഒരു പ്രോജക്റ്റായി വെക്കുക എന്നുള്ള ചിന്ത ഉണ്ടായത്. 2000 രൂപ വീതം അവിടെ നിലവിലുള്ള ഓണറിനത്തിനൊപ്പം 2000 രൂപ വീതം കൂടുതൽ ലഭിക്കും. അവർ ഒരു ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. 2 സെറ്റ് യൂണിഫോം ആണ് ഉദ്ദേശിക്കുന്നത്. 2 സെറ്റ് യൂണിഫോമും ഒരു ഐ ഡി കാർഡ് അവർക്ക് അതുകൂടെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഐഡിയ ആയി അവർ വരുമ്പോൾ ഇന്ന ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരാണെന്ന് തിരിച്ചറിയും. ആശാപ്രവർത്തകരുടെ പ്രതിനിധി കുഞ്ഞുമോൾ കൂടി ചേർന്ന് കേട്ടല്ലോ അല്ലേ? സന്തോഷമായി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ ഒരു പഞ്ചായത്തിൻ്റെ മാതൃക ഏറ്റവും എല്ലാ ആശമാർക്കും ഇതൊരു പ്രയോജനമാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ. വലിയ കരുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. CPM പ്രതിനിധി ശ്രീ കൂടി ചേരുന്നുണ്ട്. ഈ ബജറ്റ് നിർദ്ദേശത്തെ, പ്രത്യേകിച്ച് ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിലുള്ള ഇവിടുത്തെ നിങ്ങളുടെ നിലപാട് എന്താണ്? ആശാവർക്കർമാർക്ക് 2000 രൂപ വെച്ച് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവർ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിൽ കിടപ്പ് രോഗികളെയും അതുപോലെ തന്നെ വാർഡിലെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആശാപ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുന്നവരാണ്. വെച്ചുച്ചിറയിലെ 15 ആശാപ്രവർത്തകരും. ആശാപ്രവർത്തകർക്ക് വേതനം കൂട്ടി നൽകാനുള്ള ബജറ്റ് ശുപാർശയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പിന്തുണയ്ക്കുകയാണ്. DPCയുടെ അംഗീകാരത്തിന് ഇത് സമർപ്പിക്കും. അങ്ങനെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകർക്ക് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കൈ സഹായം അധികമായി ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.